കൊണ്ട് സുവിശേഷ പ്രഘോഷണമുണ്ട്, വാക്കുകളും പ്രവൃത്തി കൊണ്ടും സുവിശേഷ പ്രഘോഷണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രണ്ടിലൂടെ ഞാൻ വളരെ ഷോർട്ടായിട്ടൊന്ന് കിടക്കാം. ഞാൻ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ജീസസ് യൂത്തിന്റെ ധ്യാനം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുകയാണ്. 50 പിള്ളേരെ ഉള്ളൂ, കുഞ്ഞു ഗ്രൂപ്പ്, 50 കുട്ടികൾ ധ്യാനിപ്പിക്കുകയാണ്. കുംഭസാരത്തിന്റെ ദിവസമായപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഈശോയിൽ വിശ്വസിക്കുന്നവരുണ്ട്. അവർക്ക് വലിയ സങ്കടമാണ്. നമ്മൾ കുംഭസാരം കൂട്ടി പോകുമ്പോൾ ഇവർ മാത്രം അവിടെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ, നിങ്ങളിവിടെ ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കാണണം. ഞാൻ കുറച്ച് ടെക്നിക്കൊക്കെ പറഞ്ഞുതരാം. അത് കത്തോലിക്കരോട് പറഞ്ഞു കൊടുക്കാത്തൊരു ടെക്നിക്കാണ്, സ്റ്റേജിൽ പറയാനാ. അത് നിങ്ങളോട് മാത്രം പറഞ്ഞു തരേണ്ട കാര്യമാണ്. വരാൻ പറഞ്ഞു. അങ്ങനെ ഒരു 4 കുട്ടികൾ വന്നു. അതിൽ ആദ്യമായിട്ട് വന്ന ഒരു പെൺകുട്ടി, നല്ലൊരു പെൺകുട്ടി. അവളോട് ഞാൻ ചോദിച്ചു, മോളെ, അവള് വലിയൊരു ഹിന്ദു കുടുംബത്തിൽ തുറന്ന കുട്ടിയാണ്. ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് യേശുക്രിസ്തുവിന്റെ വട്ട് പിടിച്ചത് നിനക്ക്? അവൾ പറഞ്ഞു, ഞാൻ ഇവിടെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോ ട്രിപ്പിൾ റൂം, എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നപ്പോ ട്രിപ്പിൾ റൂമാണ് കിട്ടിയത്. 3 പേരുണ്ട്. എന്റെ കൂടെയുള്ള 2 പെൺകുട്ടികളും എനിക്ക് ഒരു പരിചയമില്ല. ഞങ്ങൾ 3 പേരെയാണ്. ഇവര് രാവിലെ എഴുന്നേറ്റ് 6 മണിയാകുമ്പോ പുറത്തേക്ക് പോകും. ഒരു 7:15 2 കൂടെ കയറി വരും. എല്ലാ ദിവസവും കയറി വരും. ഞാൻ ആദ്യം ഒന്നും ഇവരോട് അത് ചോദിച്ചില്ല. മാത്രമല്ല, ഇവര് വീട്ടിൽ പോയിട്ട് വരുമ്പോൾ നല്ല അച്ചാറ്, ആഹാരം ഒക്കെ ഇവർ എനിക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവരും. എനിക്ക് പനി വന്ന് കിടന്നു പോയാൽ ഓരോരുത്തരും ലീവ് എടുത്ത് എന്റെ കൂടെ ഇരുന്ന് എനിക്ക് ടെപ്പിൾ സ്പോഞ്ചിങ് തരാനും പാരസിറ്റമോൾ തരാനും കഞ്ഞി ഉണ്ടാക്കി തരാനും, ഒരാൾ ഇന്നിരിക്കും, അടുത്ത ആൾ നാളെ ഇരിക്കും. അങ്ങനെ ഇരുന്നിരുന്ന് ഇവിടെ പറയാ, ചേട്ടാ, ഞാൻ തന്നെ ഇത് അർത്ഥം വിട്ടുപോയി, ഇത് എന്താ പരിപാടി? പനിയെല്ലാം കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര മാത്രം സ്നേഹം കാണിക്കുന്നത്? മാത്രമല്ല, നിങ്ങൾ എവിടെയാണ് ഈ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് പോകുന്നത്? അവര് പറഞ്ഞു, ഇത്രയും നാൾ നീ ചോദിക്കാത്തത് കൊണ്ടാണ് പറയാതിരുന്നത്. ഞങ്ങൾ 2 പേരും ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ 2 പേരും കർത്താവിന്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ 2 പേരും ജീസസ് യൂത്തിലൂടെ യേശുവിനെ അറിഞ്ഞ മക്കളാണ്. ഒരു തുറന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കൊച്ചു കുട്ടി അമ്മയുടെ പാല് കുടിച്ചു വളരുന്നത് പോലെ ഞങ്ങൾ പ്രഭാതത്തിൽ കുർബാനയ്ക്ക് ചെന്ന് കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. നിന്നെ ഞങ്ങൾക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും. ഇവളെന്നോട് പറയാ, ചേട്ടാ, അവിടെ വച്ച് ഞാനൊരു തീരുമാനമെടുത്തു. ഇവര് ഭക്ഷിക്കുന്ന കർത്താവിനെ എനിക്ക് ഭക്ഷിക്കണം. ഇവര് പാനം ചെയ്യുന്ന കർത്താവിന്റെ രക്തം എനിക്ക് കുടിക്കണം. ഇവർ ആരാധിക്കുന്ന ദൈവത്തെ എനിക്ക് ആരാധിക്കണം. ഇവരുടെ സ്നേഹ കൂട്ടായ്മയിൽ എനിക്ക് പോകണം. I want to worship this true God, the creator of this universe, Jesus, the Son of God. പ്രിയപ്പെട്ടവരെ, വലിയ സുവിശേഷ പ്രഘോഷണമോ ധ്യാനമോ കൂടാതെ 2 പെൺകുട്ടികളുടെ, ഓർക്കണം, പ്രൊഫഷണൽ കോളേജിലെ വഴിതെറ്റി തേരാപ്പാര നടക്കാവുന്ന 2 പെൺകുട്ടികളായിരുന്നു അവർ. പക്ഷെ അവര് കർത്താവിന്റെ കൂടെ നിന്നു. അവര് കർത്താവിന്റെ കൂടെ നിന്ന് ജീവിതം കൊണ്ട് സുവിശേഷം പറഞ്ഞു. ജീവിതം കൊണ്ടൊരു സുവിശേഷ പ്രഘോഷണം ഉണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, അതില്ലാതെ വാക്ക് കസർത്തിയിട്ട് ഒരു കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം. ഞാൻ രഹസ്യ ജീവിതത്തിൽ കൊടും പാപത്തിൽ ജീവിച്ചാലും എനിക്കിവിടെ ഒന്ന് പ്രസംഗിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. മറക്കരുത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളിൽ ആർക്കും ഒരു സ്പർശനം ഉണ്ടായില്ല. നിങ്ങൾ കേട്ടോണ്ടിരുന്നിട്ട് പറയും, നല്ല പോയിന്റ്, കൊള്ളാം. പക്ഷേ നമ്മൾ ഈശോയുടെ കൂടെ ജീവിച്ചിട്ട് പ്രസംഗിക്കുകയും ഈശോയെ പറ്റി പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഈശോ എത്ര നല്ലവനാണ്, ഈശോ എത്ര നല്ലവനാണ്, ഈശോ എത്ര കാരുണ്യവാനാണ്. അതുകൊണ്ട് മക്കളെ ഉപദേശിക്കുമ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം ക്രിസ്തു എന്ന ഗ്രൗണ്ടിൽ നിന്നിട്ട് മക്കളെ ഉപദേശിക്കാനായിട്ട് പഠിക്കണം. ഹല്ലേലൂയ. അവരൊരിക്കലും നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഇടം കൊടുക്കരുത്. പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലൊരു വീട്ടിലെ 2 മക്കളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇളയ പെങ്ങൾ. 2 പേരും കൂടെ ഉഗ്രനടി. ഒരുത്തൻ കഴുത്തിൽ കുത്തിപ്പിടിച്ചു, ഇന്ന് ഞാൻ കാച്ചിക്കളഞ്ഞു. നമ്മുടെ ഇവിടെയാണ്, യൂറോപ്പ് അമേരിക്ക എന്ന് വിചാരിച്ചാൽ മതി. അപ്പൻ കുറച്ചു നേരമായിട്ട് കണ്ടോണ്ടിരിക്കും. ഇവിടെയാണ് 2 പേരും പറഞ്ഞു, എന്താണ് അവർക്ക് പ്രശ്നം? എന്താണ് പ്രശ്നം? ഒന്നുമില്ലപ്പ, കുറച്ച് നേരമായിട്ട് ഞാൻ കണ്ടു, ഷെയ്പ്പ് ഞാൻ മാറ്റിക്കളയും. അവൻ പോകാൻ നേരത്തെ എന്തോ ഒന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താണത്? ഒന്നുമില്ലപ്പ. എടാ, എന്താണ് നീ ഇപ്പൊ നടന്നപ്പോ പറഞ്ഞത്? ഒന്നുമില്ലപ്പ. എടാ, അങ്ങോട്ട് പോയപ്പോ നീ എന്താ പറഞ്ഞെന്ന്? അതെ, ഈ വീട്ടിൽ വഴക്കിടാൻ അപ്പനും അമ്മയ്ക്കുമേ ലൈസൻസ് ഉള്ളൂ എന്നാ പറഞ്ഞത്. ഈ വീട്ടിൽ വഴക്കിടാൻ അപ്പനുമേ, പിള്ളേരില്ലാത്തോണ്ടാ പറയുന്നത്, അവർ മോളിനാ. അപ്പനും അമ്മയ്ക്കുമേ ലൈസൻസ് ഉള്ളൂ. ഇല്ലാത്ത നിൽക്കട്ടെ, പോടാ അടുത്ത, അതെല്ലാവർക്കും അടിക്കാമല്ലോ. അവനൊന്ന് നോക്കിയിട്ടൊരു പോക്ക് പോയി. പക്ഷെ ഈ മനുഷ്യൻ അന്ന് ഭാര്യയോട് പറഞ്ഞു, അവൻ പറഞ്ഞ നീ കേട്ടാ, പിള്ളേരെല്ലാം കാണുന്നുണ്ട്.
അതേ പ്രിയപ്പെട്ടവരെ, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താതെ വാക്കുകൊണ്ട് നമ്മൾ കർത്താവിനെ കൊടുക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ ആ വാക്കുകൾക്ക് യാതൊരു വിലയും ഇല്ലാതായി തീരുന്നു, മക്കളുടെ മുമ്പിൽ പോലും. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണത്. നമ്മൾ ഇന്നലെ പിതാവ്, ഞാൻ ഓർത്തുപോയി, അദ്ദേഹം ബിഷപ്പാണ്, അദ്ദേഹം ഇവിടുന്ന് കരഞ്ഞു. അദ്ദേഹം കരഞ്ഞത് എനിക്ക് ഉറപ്പാണ്. ഒരു കാര്യം ഓർത്തിട്ടാ, അദ്ദേഹത്തിന്റെ മരിച്ചുപോയതോ ജീവിച്ചിരിക്കുന്നതോ ആയ വൃദ്ധരായ മാതാപിതാക്കളെ അദ്ദേഹം ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ഈ അമേരിക്കയുടെ ഈ പരിശുദ്ധമായ ഈ ആലയത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നാട്ടിലേക്ക് പോയി. അദ്ദേഹത്തെ മടിയിൽ പിടിച്ചു വെച്ച് കൈകൾ കൂപ്പിപ്പിടിച്ച അമ്മച്ചി അദ്ദേഹം ഒരു നിമിഷം ഓർത്തു. അദ്ദേഹത്തെ രാവിലെ പള്ളിയിൽ കൊണ്ടുപോയ ചാച്ചനെ ഓർത്തു. പരസ്പരം സ്നേഹിച്ചും പരസ്പരം ആദരിച്ചും കഴിഞ്ഞിരുന്ന മാതാപിതാക്കൾ അദ്ദേഹം ഓർത്തു. താൻ അമേരിക്കയിൽ ഷിക്കാഗോ രൂപതയുടെ ബിഷപ്പാകാൻ വലിയൊരു കാരണം തന്റെ മാതാപിതാക്കളുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതവും പ്രാർത്ഥനയുമാണെന്ന് ആ പിതാവ് ഓർത്തത് കൊണ്ട് മക്കളായ നമ്മുടെ മുമ്പിൽ നിന്ന് കരയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിഷപ്പ് കരയുന്നത് കാണുന്നത്. സത്യം പറയാണ്, വയസ്സ് 43 ഇതുവരെ ഒരു ബിഷപ്പ് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട, സത്യം പറയാം. അവർ വേറെ രീതിയിലേക്ക് നമുക്കറിയാമല്ലോ ബിഷപ്പാണ്. പക്ഷെ എനിക്ക് അത്ഭുതമായി പോയി. സോ സിമ്പിൾ ഹാർട്ട്. അദ്ദേഹം അത് ആലോചിച്ച് പോയി പെട്ടെന്ന്. അദ്ദേഹം നമുക്കൊരു മെസ്സേജ് തന്നു. നാട്ടിൽ എവിടെയൊക്കെയോ കിടക്കേണ്ട നമ്മൾ ഇവിടെ വന്നതിന് കാരണം നമ്മുടെ അപ്പനും അമ്മയുമാണ്. അതിനൊരു വലിയ പാട്ട് എന്ന് പറഞ്ഞതാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് തോന്നിയത് ആ രംഗമാണ്. പ്രൈസ് ദി ലോർഡ്. അത് വല്ലാത്തൊരു സീനായി പോയി. 1000 വാക്കുകളേക്കാൾ ശക്തി ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. ഓർക്കണം, എനിക്ക് ഉറപ്പാണ്, എന്നും വഴക്കടിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് കർത്താവ് ഒരാളെ ബിഷപ്പാക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. എല്ലാത്തിനും അർത്ഥമുണ്ട്. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. പിതാവിനെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടമായി. കാരണം പിതാവിനെ ഞങ്ങളുടെ കൂടെ ആഹാരം കഴിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ്. ഞാൻ അപ്പുറത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു, പിതാവ് അപ്പുറത്തോടൊന്ന് ഉറങ്ങുന്നു. ഞാൻ ആദ്യം തന്നെ ആലോചിച്ചു, കർത്താവ് ഇത് എന്തായി കാണുന്നത്? എനിക്കാണ് നമുക്ക് ആർക്കും പിതാക്കന്മാരോട് ഇരിക്കാൻ പറ്റില്ല. നമുക്കറിയാലോ, നമ്മുടെ മുട്ടടിക്കും. റെസ്പെക്ട് ആണ്. ഞാൻ അവിടെ നിങ്ങളുടെ നേരത്തെ ഉച്ചയ്ക്കത്തെ ടോക്ക് പ്രിപ്പയർ ചെയ്യാം. പിതാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. പിതാവ് അവസാനം എന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അവിടെ ഇരുന്ന് എഴുതാൻ പറഞ്ഞു, ഇനി എഴുന്നേക്കരുത് പറഞ്ഞു. കാരണം എനിക്ക് വൈകുന്നേരം നിങ്ങൾക്ക് കർത്താവ് ഒരു സന്ദേശം തരട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നതാണ് നമ്മൾ ഇവിടെ ഒന്ന് പറയാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, നമ്മൾ വില കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ അർത്ഥം ഉണ്ടാവും. പ്രവൃത്തി കൊണ്ട് സുവിശേഷം പറയാനായിട്ട് പറ്റും. ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ അതിന് എക്സാമ്പിൾ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. ഞാൻ ഇങ്ങോട്ട് US വരുന്നതിന് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സ്റ്റേറ്റ് ഞാൻ പറയുന്നില്ല, കാര്യം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞാൽ കുഴപ്പമാണ്. ഒരു സ്ത്രീ എന്നെ വിളിച്ചു. 43 വയസ്സുള്ള ഒരു മുസ്ലിം ലേഡിയാണ്. MCA കാരിയാണ്. MCA MBA കാരിയാണ്. പുള്ളിക്കാരി എന്റെ ഫോണിൽ വിളിച്ചു. ഷാരോമിന്ന് ഫോൺ നമ്പർ എടുത്തിട്ടാണ് വിളിച്ചത്. അപ്പൊ മുസ്ലിം ആയതുകൊണ്ട് ഒരുപാട് പേര് വിളിക്കുമ്പോൾ എല്ലാവരുടെയും ഫോൺ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മുസ്ലിം ആണ് വിളിക്കുന്നതുകൊണ്ട് അമ്മ ഉടനെ ഫോൺ കൊടുത്തത് പോലെ ഒരു മുസ്ലിം ലേഡിയാണ് വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് സഹോദരി? അപ്പോൾ എന്നോട് പറഞ്ഞു, ഡോക്ടർ എനിക്കൊരു 15 മിനിറ്റ് ഫോണിൽ കൂടെ തരാൻ പറ്റുമോ? നമ്മൾ തരാം, ഇപ്പൊ ഞാൻ ഫ്രീ ആണ്. ഉടനെ എന്നോട് പറഞ്ഞു, ഞാനൊരു അരിസ്റ്റോക്രാറ്റിക് മുസ്ലിം ഫാമിലിയിലെ ഒരു ലേഡിയാണ്. എന്റെ ഭർത്താവ് വലിയ ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹം രാവിലെ എന്നെ ജോലിക്ക് പോലും വിടുന്നില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ അത്രയ്ക്ക് വേണ്ടി പൈസയുണ്ട്. ഞങ്ങൾ കുടുംബപരമായിട്ട് റിച്ചാണ്. 2 മക്കളുണ്ട്. രാവിലെ ഭർത്താവും മക്കളും പോയി കഴിയുമ്പോൾ ടെലിവിഷനിൽ സിനിമ കാണുന്നതാണ് എന്റെ ഏറ്റവും വലിയ പരിപാടി. അങ്ങനെ ഒരു ദിവസം ചാനലുകൾ മാറിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ചാനൽ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ആ ചാനലിൽ ആരോ പ്രസംഗിക്കുന്നു, ലോകത്തിലെ ഒരു പാപിയും ഇനി കരയുകയോ ദുഃഖിക്കുകയോ വേണ്ട. നമ്മളെ തേടി ലോകരക്ഷ, ക്രിസ്മസ് സീസണാണ്, നമ്മളെ തേടി ലോകരക്ഷകൻ വന്നിരിക്കുന്നു. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. യേശു കത്തോലിക്കരുടെ മാത്രം ദൈവമല്ല, യേശു ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമല്ല, യേശു സകലരുടെ ദൈവമാണെന്ന് ആദ്യത്തെ പ്രസംഗിക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങൾക്ക് ശിക്ഷയില്ല, യേശുവിന്റെ അടുത്ത് വന്നാൽ മതി. കേട്ട് കിട്ടിപ്പോയി. കാരണം പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് മാത്രമാണ് അന്ന് വരെ പഠിച്ചിരിക്കുന്നത്. ശിക്ഷയുള്ളത് കൊണ്ട് വിറച്ചു ജീവിച്ചോണം. നല്ലവർക്ക് സ്വർഗം, പാപികൾക്ക് നരകം. ഇതാണ് പഠിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് കേൾക്കുകയാണ് പാപികൾക്ക് സ്വർഗമുണ്ട്. ഇന്ന് വരെ കേൾക്കാത്ത കാര്യം, സ്കൂളിലോ കോളേജിലോ MBAക്കോ കേൾക്കാത്ത കാര്യം, പാപിക്ക് സ്വർഗമുണ്ട്. എന്നിട്ട് ആ സുവിശേഷ പ്രസംഗകൻ മഗ്ദല മറിയത്തിന്റെ ജീവിതം, അഗസ്തീനോസിന്റെ ജീവിതം, കുരിശിലെ കള്ളന്റെ ജീവിതം വച്ച് പ്രസംഗിക്കുകയാണ്. ക്രിസ്തു പാപികളെ തേടി വന്നു. ഇതാണ് ടോപ്പിക്ക്. പുള്ളിക്കാരിയോട് പറയാം, ഡോക്ടർ ജോൺ, അന്ന് ആ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടു. ഞാൻ തീരുമാനമെടുത്തു, 2 അറിഞ്ഞിട്ടേ ഉള്ളൂ. കൊച്ചിലെ എനിക്കൊരു നിർബന്ധ ബുദ്ധിയുള്ളൂ, സത്യം എനിക്കറിയണം.
എന്ത് കേട്ടാലും ചുമ്മാ പോകുന്ന ഒരാളല്ല. ഞാനൊന്നൊരു തീരുമാനമെടുത്ത് എനിക്ക് സത്യം അറിയണം. പുള്ളിക്കാരി ഉച്ച കഴിഞ്ഞ് പാത്രമെല്ലാം കഴുകിയിട്ട് പാവിരിച്ചിട്ടിട്ട് അവരുടെ മതഗ്രന്ഥമായ ഖുർആൻ തുറന്നു വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഇവിടെ പറയുന്ന യേശു രക്ഷകനല്ല, പ്രവാചകൻ മാത്രമാണ്. ഇതിൽ പറയുന്ന യേശു കുരിശിൽ മരിച്ചിട്ടില്ല. ഇതിൽ പറയുന്ന യേശു ദൈവപുത്രനല്ല, വെറും പ്രവാചകൻ. ഇന്ന് ഞാൻ കേട്ട സുവിശേഷ പ്രഘോഷണത്തിൽ യേശു ദൈവപുത്രൻ, യേശു പാപികളെ തേടി വന്നവൻ, യേശു ഈ ലോകത്തിന്റെ സൃഷ്ടാവ്. ഇതിൽ രണ്ടിലൊന്ന് തെറ്റാണ്. ഒന്ന് ശരി, ഒന്ന് തെറ്റ്. എനിക്കറിയണം. ഒന്ന് ശരി, ഒന്ന് തെറ്റ്. എനിക്കറിയണം. ആരോട് ചോദിച്ചാലും എനിക്ക് പൊട്ടത്തരേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് സത്യം അറിയണം. അങ്ങനോട് ജീവിതത്തിൽ ഇടപെടണം. കരച്ചിലായി വാശിയായി. നമുക്കറിയാം അങ്ങനെ പെട്ടെന്നൊന്നും ദൈവം ഉത്തരം തരികയില്ല. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. നമ്മൾ സിൻസിയർ ആണോ? ജെറമിയ 29 ദൈവം പറയുന്നുണ്ട് 11ാമത്തെ വാക്യം മുതൽ, If you seek me with all of your heart, you will find me. നീ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നീ എന്നെ കണ്ടെത്തും. ഹല്ലേലൂയ. ആ അന്വേഷണം പ്രിയപ്പെട്ടവരെ 8 മാസത്തോളം ഇവൾ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് ആരുമില്ല വീട്ടിൽ, ഭർത്താവില്ല, മക്കളില്ല, വാതിൽ അടച്ചു കിടക്കുക. താവിരിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പായിൽ ആരോ നിൽക്കുന്നതായിട്ട് തോന്നി. കണ്ടു തുറന്നു. അതീവ സുന്ദരനും തേജോമയനും പ്രകാശം നിറഞ്ഞവനും കൈകളിൽ മുറിവുള്ളവനുമായ മുടി തോട് വരെ നീട്ടി വളർത്തി വെള്ള ഉടുപ്പിട്ട് ചുവപ്പ് ഷോളിട്ട മനോഹരമായ രൂപം മുൻപിൽ നിൽക്കുന്നു. അവൾ പെട്ടെന്ന് ചോദിച്ചാൽ, ആരാണ്? എന്റെ വീടിന്റെ മുറികളെല്ലാം പൂട്ടിയിട്ടിരിക്കെ അങ്ങ് എങ്ങനെ ഇതിന്റെ അകത്ത് വന്നു? I am Jesus of Nazareth. ഞാൻ നസറേനായ യേശു. നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ ഇതാ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, മോളെ, ലോകത്തിലെ ഏത് രാജ്യത്തിലും ഏത് മതസ്ഥരും എന്നെ കാണണമെന്ന് വാശി പിടിച്ചാൽ അവർ കാണും. മരിക്കുന്നതിന് മുമ്പ് അവർ കാണും. എന്നെ അങ്ങനെ അധികമാരും തേടുന്നില്ല. പലരും ചടങ്ങുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പലരുടെയും ഹൃദയങ്ങളിൽ മറ്റു പലതുമാണ്. ഞാൻ ആവശ്യങ്ങളിൽ സഹായിക്കേണ്ടത് സൂപ്പർ മാർക്കറ്റാണ് പലർക്കും. നീ എന്നെ തേടിയതുപോലെ ആര് തേടിയാലും അവർ എന്നെ കാണും. അതിന് മാറ്റമില്ല. അതെന്റെ വചനമാണ്. നീ എന്നെ തേടി, ഞാൻ വന്നിരിക്കുന്നു. അവൾ പെട്ടെന്ന് കർത്താവിന്റെ കാലുകളിലേക്ക് വീണു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഞാനാണ് ദൈവം. ഞാൻ നിനക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അതാണ് എന്നെ ഒത്തിരി ടച്ച് ചെയ്തത്. മോളെ, ഞാൻ കുരിശിൽ മരിക്കുന്ന സമയത്ത് നിന്റെ മുഖം ഞാൻ കണ്ടിരുന്നു. നിന്നെ ഞാൻ വ്യക്തമായി കണ്ടു. നിന്റെ കുടുംബത്തിലുള്ളവരെ കണ്ടു. നിന്റെ ഭർത്താവിനെ ഞാൻ കണ്ടു. അവന്റെയും നിന്റെയും നിന്റെ മക്കളുടെയും പാപം ഞാൻ കണ്ടു. അത് മുഴുവൻ ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു. ഒന്നുകൂടി ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ അവസാനം വരെ ജനിക്കാനിരിക്കുന്ന സകല മനുഷ്യരെയും കുരിശിൽ കടന്ന് കണ്ടു. സകല മുഖങ്ങളും കണ്ടു. സകലരെയും കണ്ടു. അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. അത് പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ഉദരത്തിൽ രൂപമാകുന്നതിന് മുമ്പേ കുരിശിൽ അവൻ നമ്മളെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ മകൾ പറഞ്ഞ, കർത്താവേ, എന്റെ ഭർത്താവ് പറഞ്ഞാൽ എന്നെ കൊല്ലും, എന്റെ കുടുംബക്കാർ പറഞ്ഞാൽ എന്റെ തലവെട്ടോ അങ്ങേക്ക് അറിയാമല്ലോ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞു, നീ അരിമത്യക്കാരൻ ജോസഫിനെ പോലെ എന്റെ രഹസ്യ ശിഷ്യയായിരുന്നാൽ മതി. നീ ഒരിക്കലും ഒരു പരസ്യ ശിഷ്യയാകണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് നിന്നെ വേണം. നിന്റെ ഹൃദയം എനിക്ക് വേണം. നിന്റെ ഹൃദയത്തിന്റെ കവാടങ്ങൾ നീ എനിക്കായി തുറക്കണം. എനിക്കത് മതി. അവൾ പറഞ്ഞു, കർത്താവേ, അത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതാ ഞാൻ. യേശു പറഞ്ഞു, ഞാൻ നിന്റെ അകത്തേക്ക് വരികയാ. യേശു അവളുടെ അകത്തേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, വൈകുന്നേരം ഭർത്താവ് വന്നു. അവളുടെ കാര്യം പറഞ്ഞു. ഭർത്താവ് നല്ല മനുഷ്യനാണ്. ഭർത്താവ് ഇവളുടെ തോളെ പതുക്കെ തറകിട്ട് പറഞ്ഞു, മോളെ, കല്യാണം കഴിച്ച നാട് തൊട്ട് നിന്നെ എനിക്കറിയാം. നീ ഒരിക്കലും എന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. എന്നെ നീ ചീറ്റ് ചെയ്തിട്ടില്ല. നീ പറഞ്ഞ സത്യമാണെന്ന് എനിക്കറിയാം. നീ യേശുവിനെ കണ്ടു എന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വിചാരിച്ചു മറന്നു കളയുക. നമ്മൾ അറിഞ്ഞാൽ നമ്മുടെ കുടുംബം മുഴുവനോടെ നശിപ്പിക്കപ്പെടും. അതുകൊണ്ട് ആരോടും പറയണ്ട. അവൾ പറഞ്ഞ, ചായ, എനിക്ക് ദൈവത്തിന്റെ മുഖം പെട്ടെന്ന് മറക്കാൻ പറ്റുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. ഫുൾ ഓഫ് ലൈറ്റ് ആൻഡ് ഗ്ലോറി. 10,000 സൂര്യനേക്കാൾ പ്രകാശമുണ്ടായിരുന്നു അവന്. പരിശുദ്ധിയുടെ നിറവിടമാണ് അവിടെന്ന്. എന്റെ ജീവൻ പോലെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അയാൾ പറഞ്ഞു, നമ്മുടെ 2 കുട്ടികളൊക്കെ ഓർക്കട്ടെ. അവൾ പിറ്റൊന്നും വെട്ടിയില്ല. പക്ഷെ അവൾ അതീവ ബുദ്ധിമതിയായിരുന്നു. പിറ്റെന്നോട്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്റെ അടുത്ത് വന്നതുപോലെ എന്റെ അച്ചായനടുത്ത് ചെല്ലണം. എന്റെ അടുത്ത് വന്നതുപോലെ എന്റെ അച്ചായനടുത്ത് ചെല്ലണം. എന്റെ അച്ചായൻ അങ്ങനെ തേടുന്നില്ല, പക്ഷെ ഞാൻ തേടുന്നു. എന്റെ അച്ചായനടുത്ത് ചെല്ലണം. മാസങ്ങൾ 2-3 കടന്നുപോയി. ഒരു ദിവസം ഒരു ഞായറാഴ്ച കുട്ടികൾ ട്യൂഷന് പോയി ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കട്ടിലിൽ കിടന്ന് പത്രം വായിക്കുമ്പോൾ, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇങ്ങനെയാണ് ദൈവം ഇടപെടുന്നത്. ഹല്ലേലൂയ. ഈ കട്ടിലിന്റെ ഒരറ്റത്ത് ആരോ ഇരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം പതുക്കെ തന്റെ പത്രം എടുത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് കാര്യം പെട്ടെന്ന് പിടികിട്ടി. അദ്ദേഹം യേശുവിന്റെ ഫോട്ടോ ഒത്തിരി കണ്ടിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അദ്ദേഹം പുട്ടുകുത്തി. കർത്താവ് പറഞ്ഞു,
നിന്റെ ഭാര്യ പറഞ്ഞിട്ടാ ഞാൻ ഇവിടം വരെ വന്നിരിക്കുന്നത്. കൂടുതലൊന്നും പറഞ്ഞില്ല. നിന്റെ ഭാര്യ പറഞ്ഞിട്ടാ ഞാൻ ഇവിടം വരെ വന്നിരിക്കുന്നത്. വിശ്വസിക്കാനോ വിശ്വസിക്കണമോ ഒന്നും പറഞ്ഞില്ല. ഐ ആം ജീസസ് ഓഫ് നാസറത്ത്. ഞാൻ നസറായ യേശുവാണ്. തോമസ് ലീഹായെ പോലെ അവനെ വിളിച്ചു, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. പ്രിയപ്പെട്ടവരുടെ കുടുംബം മാറി. അന്ന് രാത്രിയിൽ അവർ 2 മക്കളെയും വിളിച്ചിരുത്തി, മടിയിൽ വിളിച്ചിരുത്തി. മക്കളോട് പറഞ്ഞു, ഇന്നലെ വരെ നമ്മൾ കേട്ടതല്ല പറയാൻ പോകുന്നത്. അവർ യേശുവിനെ പറ്റി പറഞ്ഞു. കടയിൽ പോയി ആരും അറിയാതെ ബൈബിൾ വാങ്ങിച്ചു പോകുന്നു. ജപമാലയുടെ പ്രാർത്ഥനകൾ വാങ്ങിച്ചു. ഷാരോൺ ടെലിവിഷനിൽ ജപമാല ചൊല്ലുമ്പോൾ കൂടെ ഇരുന്ന് ചൊല്ലാൻ തുടങ്ങി. ഉച്ചയ്ക്ക് കരണക്കൊന്ന് ചെല്ലുമ്പോൾ കൂടെ ഇരുന്ന് ചൊല്ലാൻ തുടങ്ങി. രാത്രിത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. വിശുദ്ധ കുർബാന വീട്ടിലിരുന്ന് കാണാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ രഹസ്യ കത്തോലിക്കരായി അവർ മാറി നമുക്ക് പറയാം. ഹല്ലേലൂയ. അങ്ങനെ കാലം കടന്നുപോയപ്പോഴാണ്, ബൈബിൾ വായിച്ചപ്പോൾ ചില സംശയങ്ങൾ വന്നപ്പോഴാണ് ഈ പുള്ളിക്കാരി എന്നെ ഫോൺ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ സഹോദരിക്ക് ഒരു വാക്ക് കൊടുത്തു, മരിക്കുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൊച്ചു സഹോദരനാണ്. എനിക്കറിയാവുന്ന എന്ത് ഡൗട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. യു കൻ കോൾ മീ അറ്റ് എനി ടൈം. 2-3 പ്രാവശ്യം കൂടെ വിളിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കുഞ്ഞു ചോദ്യം ചോദിക്കട്ടെ. ഈ ടെലിവിഷനിലൂടെ കർത്താവിന്റെ സുവിശേഷം അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ മകൾ ലോകരക്ഷകനെ കണ്ടെത്തുമായിരുന്നോ സഹോദരി? ഇല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ജോൺ പോൾ മാർപ്പാപ്പ മീഡിയയുടെ സാധ്യതയെ പറ്റി പറയുമ്പോൾ ഒരിക്കലും സുവിശേഷം കേൾക്കാൻ സാധ്യതയില്ലാത്തവരുടെ ഭവനങ്ങളുടെ അകത്തേക്ക് നമ്മുടെ സഭയിലെ സുവിശേഷ പ്രഘോഷകർ കടന്നു ചെന്ന് വെള്ളം ചേർക്കാതെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ബെന്നിബ്രദറോട് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, സാറേ, ഞാൻ തുറന്ന് ടിവിയിലൂടെ സുവിശേഷം പ്രസംഗിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ളൂ. എട്ടത്തടിക്ക് അദ്ദേഹം പറഞ്ഞു, യു ഹാവ് ടു പ്രീച്ച് ദ ട്രൂത്ത്. സത്യം പ്രസംഗിക്കാനാ ഷാരോൺ ടെലിവിഷൻ. ഹല്ലേലൂയ. യു ഹാവ് ടു പ്രീച്ച് ദ ട്രൂത്ത്. ആരെക്കുറിച്ച് പേടിക്കരുത്. കർത്താവിനെ പ്രസംഗിക്കാനാ ഷാരോൺ ടെലിവിഷൻ. ഇവിടെ ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആത്മഹത്യ ചെയ്യാനായിട്ട് പോയ ഒരു വ്യക്തി എനിക്കറിയാം. പാലക്കാട് പോയി അദ്ദേഹം ലോഡ്ജ് എടുത്തു. കെട്ടിത്തൂങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം സിനിമ കണ്ടിട്ട് മരിക്കണമെന്നൊരു ആഗ്രഹം. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഈ സിനിമ കണ്ടിട്ട് മരിക്കണം. അങ്ങനെ അദ്ദേഹം സിനിമ കാണുമ്പോഴാണ് അദ്ദേഹം ഷാലോം ടെലിവിഷൻ കാണുന്നത്. വിഷക്കുപ്പി അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. ഈ മനുഷ്യൻ എന്നിട്ട് ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കൊല്ലത്ത് ഷാലോം ഫെസ്റ്റിവൽ നടക്കുക 4 വർഷങ്ങൾക്ക് മുമ്പ്. ഇദ്ദേഹം ഷാരോൺ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു സംഭവം ഒന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഈ പേര് പെട്ടെന്ന് ഇദ്ദേഹം കേട്ടിട്ട് ഇദ്ദേഹം പാലക്കാട്ടേക്ക് സൂപ്പർ ഫാസ്റ്റ് ഇരിക്കുക. ഇദ്ദേഹം കൊല്ലം ബസ് സ്റ്റാൻഡിൽ ചാടി ഇറങ്ങി ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് പറഞ്ഞു, ആ ബാനർ കാണുന്ന സ്ഥലത്ത് എന്നെ എത്തിക്കണം, വേറെ ഒന്നും എനിക്ക് അറിയണ്ട. അങ്ങനെ അദ്ദേഹം അവിടെ വന്നിട്ട് അദ്ദേഹം ബെന്നിബ്രദറെ പ്രസംഗിച്ച് പുറത്തിറങ്ങിപ്പിച്ച് എന്നിട്ട് കാലയിലോട്ട് വരും. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ പേര് കൊണ്ടാണ്. ഈ ഷാരോൺ ടെലിവിഷൻ എന്നുള്ള ഒറ്റ പേര് കൊണ്ടാണ് വിഷക്കുപ്പി പൊട്ടിപ്പോയി ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. ഞാൻ നിങ്ങളെ ഒന്ന് കാണാനായിട്ടിരിക്കായിരുന്നു. ഒരു പിടി എനിക്കില്ലായിരുന്നു. ഞാനിതാ പാലക്കാട്ടേക്ക് പോകാൻ ടിക്കറ്റ് എടുത്താലാണ് ഞാൻ ചാടി താഴെ ഇറങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മൾ അത്ഭുതപ്പെടും. എനിക്കറിയാം, നമ്മളൊക്കെ വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നവരെ. നിങ്ങൾ വളരെ നന്നായിട്ട് നാട്ടിൽ എനിക്കും വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഉള്ള കാര്യം പറയാലോ. അങ്ങനെ ജീവിക്കുന്ന നമ്മൾ ഞാനൊരിക്കൽ സുവിശേഷം പ്രസംഗിച്ചിട്ട് റാന്നി പത്തനംതിട്ട സൈഡിലോട്ട് പോകുമ്പോഴാണ് ഒരു കൊച്ചു കടയിൽ നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുന്ന കടയെന്ന് പറഞ്ഞാൽ ഇതിന്റെ 3/4 ഭാഗമുള്ള ഒരു പാട്ടക്കടയാണ്. ഇത്രയേ ഉള്ളൂ. അതിനകത്ത് നാരങ്ങ വെള്ളം സോഡയും ഒക്കെ വെച്ചിരിക്കും. എനിക്കൊരു നാരങ്ങ വെള്ളം കുടിക്കണം, ഭയങ്കര ദാഹം. ഞാൻ അവിടെ ഇറങ്ങിയിട്ട് നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ ആദ്യം എന്നെ ശ്രദ്ധിച്ചില്ല. നാരങ്ങ വെള്ളം ഞാനിങ്ങനെ കുടിച്ച് പൈസ കൊടുക്കാനായിട്ട് എന്നിട്ട് ഇയാളെന്റെ മുഖത്തോട്ട് നോക്കി. ഇയാൾ എന്നോട് ചോദിച്ചു, ഡോക്ടർ ജോൺ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേ ചേട്ടാ. ചേട്ടൻ എങ്ങനെ എന്നെ അറിയാം? എനിക്കറിയാം. പുള്ളി കുറഞ്ഞ ഇങ്ങനെ കൈ പിടിച്ചെന്നിട്ട് പറഞ്ഞേ, കോഴിക്കോട്ടേക്ക് എപ്പോഴാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, കോഴിക്കോട്ടേക്ക് ഞാൻ ഉടനെ ഇനി പോകത്തില്ല. വല്ല നൈറ്റ് വിജിലും പ്രസംഗിക്കാൻ വിളിച്ചാൽ മാത്രമേ കോഴിക്കോട് പോകേണ്ടതായിട്ടുള്ളൂ. അല്ലെങ്കിൽ എറണാകുളം വരെ പോയാൽ മതി. എറണാകുളത്താണ് ഞങ്ങളുടെ റെക്കോർഡിംഗ് എല്ലാം എടുക്കുന്നത്. ഉടനെ ഇയാൾ 100 രൂപ, ഇയാൾ എന്റെ നാരങ്ങവെള്ളത്തിന്റെ പൈസയും മേടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ഞാനൊരു ഡോക്ടറാണ്. ചേട്ടന്റെ കടയിൽ വന്ന് ഓസിന് നാരങ്ങവെള്ളം കുടിക്കുന്നത് ഈശോ എന്റെ പുറകിൽ അടിക്കും. അതുകൊണ്ട് എന്റെ പൊന്നു ചേട്ടനെ പിടിക്കണം. അവൻ പറഞ്ഞു, അതല്ല. അയാൾ 100 രൂപ അതിന്റെ അകത്ത് എടുത്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇത് ശാലോമിൽ പോകുമ്പോ ഒന്ന് കൊടുക്കണം. ഞാൻ പറഞ്ഞു, ഇതുവരെ ശാലോമിന് വേണ്ടി ആരുടെയും കയ്യിൽ ഞാൻ പൈസ മേടിച്ചിട്ടില്ല. മാത്രമല്ല, ചേട്ടൻ നേരിട്ട് മണിയോടെ ട്രൈക്കുന്നത്. ഞാൻ ഇപ്പോഴെങ്കിലും കോഴിക്കോട്ടേക്ക് പോകുന്നില്ല. മാത്രമല്ല, എന്റെ റെസിപ്റ്റും ഇല്ല. അങ്ങനെ പൈസ മേടിക്കുന്നത് കർത്താൻ ഇഷ്ടമല്ല. അവിടെ ഞാൻ മേടിക്കില്ല. അതുകൊണ്ട് ചേട്ടൻ തന്നെ അയച്ചാൽ മതി. എന്നിട്ട് എന്നോട് പറയാണ്, ഷാലോം ടെലിവിഷൻ തുടങ്ങുന്നു എന്ന് ഷാലോം മാസികയിൽ ആദ്യത്തെ പരസ്യം കണ്ടത് മുതൽ എല്ലാ മാസവും 100 രൂപ ഞാൻ അയക്കുന്നു. ഇത്രയേ ഉള്ളൂ കട. ഞാൻ ഓർത്തു, ദൈവമേ, ഈ മനുഷ്യൻ ഇത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട്, ഞാൻ എന്റെ മണ്ടയിൽ ചിന്തിച്ചു പോയി, പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് 10 കൊല്ലം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടുന്നതാണ്? ഇത്രയുള്ള പാട്ടക്കടകത്തിരുന്നുകൊണ്ട് അയാള് ഷാരോൺ ടെലിവിഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുക.
ഈ മനുഷ്യൻ മരിച്ച് സ്വർഗത്തിലിപ്പോൾ ആ മുസ്ലിം ലേഡി, ഞാൻ നേരത്തെ പറഞ്ഞ ആ ലേഡിയും ഭർത്താവും മക്കളും ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശു ഈ പെട്ടിക്കടക്കാരനെ ചേർത്ത് പിടിച്ചിട്ട് പറയും, മോനെ നീ അവരെ കണ്ടോ? Did you see them? അവരിവിടെ വരാൻ കാരണക്കാരാകൽ ഒരാൾ നീയാണ്, ഒരാൾ നീയാണ്, ഒരാൾ നീയാണ്. ആത്മാക്കൾ നേടുന്നവരാവുക. പറയരുത് എനിക്ക് വട്ടാരച്ചിനെ പോലെ പ്രസംഗിക്കാൻ പറ്റുന്നില്ല, വെന്നിപ്പുറത്തെ ബ്രദറെ പോലെ എനിക്ക് പ്രസംഗിക്കാനോ പുസ്തകം എഴുതാനോ പറ്റുന്നില്ല, വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, എനിക്കും വലിയ പരിപാടിയൊന്നും ഇല്ല. എന്റെ അടുത്ത് വെന്നിപ്പുറം എപ്പോഴും പറയും പുസ്തകം എഴുതുന്നത്, ഞാൻ നോക്കിട്ട് നടക്കുന്നില്ല. സത്യം പറയാം, ഇവിടെ വന്നപ്പോഴും എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു ഡോക്ടറെ ഒരു ആർട്ടിക്കിൾ എങ്കിലും എഴുതി. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എന്റെ പൊന്നു നടക്കേണ്ട. എല്ലാവർക്കും എല്ലാം പറഞ്ഞിട്ടില്ല. നമുക്ക് എല്ലാവർക്കും എല്ലാത്തിലുള്ള, പക്ഷെ നമുക്ക് ഈശോയുടെ സഭയെ പണിയാൻ നമ്മളിലൂടെ സാധിക്കും. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഹല്ലേലൂയ. എനിക്ക് നാട്ടിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത്, ഈ ധ്യാനത്തിന് പാലായി താബോറിൽ ഞാൻ ധ്യാനിപ്പിക്കുന്നത്, ഈ വലിയമ്മച്ചിമാരെ പൊക്കെടുത്തോണ്ട് വരും കേട്ടോ. ചിലപ്പോൾ കാറിലൊക്കെ ഇട്ട് നല്ല വലിയമ്മച്ചിമാരെ കൊണ്ടുവന്ന് ഇരുത്തും. ആഹാരമൊക്കെ നമ്മൾ അവിടെ വെച്ച് തന്നെ കൊടുക്കും. ഇവരെ നടത്തുകയാണ്. ഇവരിടയ്ക്ക് പറയും ഡോക്ടറെ നമുക്ക് കാണണമെന്ന് പറയും കേട്ടോ. എന്നിട്ട് ഇവർ വന്നിട്ട് പറയും, ധ്യാനമൊക്കെ കൂടാൻ ബുദ്ധിമുട്ടുള്ള എത്രയോ പേർക്ക്, എന്നും കുർബാനയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള എത്രയോ പേർക്ക്, ആരാധന കൂടാൻ ബുദ്ധിമുട്ടുള്ള ഞങ്ങളെപ്പോലുള്ള എത്രയോ പേർക്ക്, മക്കളെല്ലാം അമേരിക്കയിലും ജർമ്മനിയിലും, വീട്ടിൽ ആരുമില്ല, ഞങ്ങളേ ഉള്ളൂ. ഞങ്ങൾക്ക് ശാലോം ടെലിവിഷൻ വലിയ ഒരു തുണയും സഹായവും എല്ലാമായി മാറുകയാണ്. എനിക്ക് തോന്നുന്നുണ്ട് ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ നമ്മുടെ അമ്മച്ചിമാർക്കാണ് ഇത് വലിയ ബ്ലെസ്സിംഗ് ആയത്. പ്രൈസറോ, നിങ്ങൾ നാട്ടിലോട്ട് വിളിച്ച് അവരത് പറയും, മോളെ അടുക്കളയിൽ നിന്ന് കാപ്പി അരത്തുമ്പോൾ അതിന്റെ വോളിയം കൂട്ടി വെച്ചിട്ടാ മോളെ. ഞാൻ ഇംഗ്ലണ്ടിൽ ഒരു ഡോക്ടറിന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് വലിയ പണക്കാർ കേട്ടോ, ആളുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ശാലോ ടി വി ഓൺ ചെയ്തിട്ടാണ് ഇവർ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ നിങ്ങൾക്ക് വട്ടാണ് ഇത് വലിയൊരു ടി വി, എന്താ പറയണ്ട, പ്ലാസ്മ ടി വിയോ മുട്ടൻ. ഞാൻ പറഞ്ഞു എന്റെ പൊന്നെ ഈ സാധനത്തിന്റെ കാറ്റ് പോയാലേ ഇതിങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കാം. അവര് പറഞ്ഞേ തിയോളജി പറഞ്ഞാലും ഞങ്ങൾക്ക് അറിയത്തില്ല. ഡോക്ടർ രാജേഷ് പുള്ളിയോട് പറഞ്ഞ, ജോണേ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ ഈ ടെലിവിഷൻ ഇവിടെ ഓണാണ്. ഞങ്ങൾ തിരിച്ചു വന്ന് വാതിൽ തുറക്കുമ്പോൾ ദൈവവചനമാണ് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അഭിഷേകം, വചനം എല്ലാ മുറികളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ അശുദ്ധിക്ക് സ്ഥാനമില്ല, മ്ലേച്ഛതയ്ക്ക് സ്ഥാനമില്ല, പാപത്തിന് സ്ഥാനമില്ല. ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ബെഡ്റൂമിലും കിടക്കമുറികളിലും ആഹാരമുറിയിലും നിറഞ്ഞു നിൽക്കുന്നു. ടി വി കേടായാൽ വേറൊന്ന് മേടിക്കാനുള്ള സാമ്പത്തികം ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടെങ്കിലില്ലേ, ഇതൊക്കെ വട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിന് വേണ്ടി അസീസിന്റെ ഫ്രാൻസിസ് വട്ടനായതുപോലെ ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ വട്ടന്മാരുള്ളത് കൊണ്ടാണ് ലോകം നശിക്കാത്തത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്നേഹിക്കുന്ന വട്ടന്മാർ. ഞാൻ നിങ്ങൾക്ക് തന്ന കുഞ്ഞൊരു മെസ്സേജാണ്, വലിയ കാര്യങ്ങളൊന്നും, പക്ഷെ ചിന്തിക്കണം, എങ്ങനെ നമുക്ക് സുവിശേഷം കൊടുക്കാനായിട്ട് സാധിക്കും.